ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടാത്തവരായിട്ട് മലയാളികളില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം ടേസ്റ്റാണ് അത് കഴിക്കാനും എനിക്കുൾപ്പെടെ അത് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുമാത്രം നമുക്ക് കഴിക്കാം, അത് എങ്ങനെ കഴിക്കാം, ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ 100 ഗ്രാം ഒരു വേവിച്ച ബീഫിൽ ശരാശരി ഒരു 250 കിലോ കാലറി എനർജിയാണുള്ളത്. 26 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 15 ഗ്രാം കൊഴുപ്പുണ്ട്, അയൺ ഒരു 2.6 മില്ലിഗ്രാം ഉണ്ട്, സിങ്ക് ഒരു 5 മില്ലിഗ്രാം ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, നിയാസിൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അങ്ങനെ ചില ഗുണങ്ങളുള്ള സാധനങ്ങളും ബീഫിൽ അടങ്ങിയിട്ടുണ്ട്. ബീഫിനകത്തുള്ള ഒരു ഹീം അയൺ എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അത് നമ്മുടെ അനീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അനീമിയ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. മസിൽ ബിൽഡിങ്ങിന് വേണ്ടി പല ആളുകളും കഴിക്കുന്നതും ബീഫ് തന്നെയാണ്. പക്ഷെ കൊഴുപ്പ് ധാരാളമാണ്. ഇതിനകത്ത് ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ബീഫിന്റെ ഒരു പ്രധാന പ്രശ്നം അതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഈ ഒരു കൊഴുപ്പ് നമ്മുടെ രക്തത്തിലെ LDL കൊളസ്ട്രോൾ അമിതമാക്കും. ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ നല്ലതല്ല. അപ്പൊ ഈ ഒരു കൊളസ്ട്രോൾ ഹൃദ്രോഗവും സ്ട്രോക്കും ബ്ലോക്കേജും എല്ലാം ഉണ്ടാക്കാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ദിവസേന നമ്മൾ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ മാത്രമല്ല പ്രശ്നം, ട്രാൻസ് ഫാറ്റും ഇതിനകത്ത് ധാരാളം ഉണ്ട്. അപ്പം ശരീരത്തിൽ ഇത് അടിഞ്ഞടിഞ്ഞ് കൂടും. ഇതെന്ത് സംഭവിക്കും? നമ്മുടെ ആർട്ടറികളിലും ധമനികളിലും പ്ലേക്ക് ഉണ്ടാവും. അപ്പോൾ രക്തയോട്ടം കുറയാനും ഹൃദയാഘാതം ഉണ്ടാവാനും സ്ട്രോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് കൂട്ടുന്നത് അറിയാം. കാരണം ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ധാരാളം ഉപ്പ്, മസാല, അതുപോലെ ഓയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒത്തിരി നേരം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഇത് രക്തസമ്മർദ്ദം ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുടൽ പ്രശ്നങ്ങളും ക്യാൻസറിന്റെ സാധ്യതയും കൂടുകയാണ്. കാരണം ബീഫിൻ്റെ അകത്ത് റെഡ് മീറ്റ് ആണ്. ഈ റെഡ് മീറ്റ് സ്ഥിരമായി കഴിക്കുന്നതിൽ ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. റെഡ് മീറ്റ് എല്ലാ ദിവസവും കഴിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം? കോളോൺ ക്യാൻസർ ഉണ്ടാവും. കുടലിലെ ക്യാൻസർ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കോളോൺ ക്യാൻസർ. കാരണം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കണം, പച്ചക്കറികൾ. അതിന് പകരം നമ്മൾ കഴിക്കുന്ന റെഡ് മീറ്റ് പോലുള്ള സാധനങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് കോളോൺ ക്യാൻസർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബീഫ് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ബീഫിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട്, യൂറിക് ആസിഡ് ധാരാളം കൂടും, നമുക്ക് ഗൗട്ട് പോലുള്ള പ്രോബ്ലം ഉണ്ടാവും. അതുമാത്രമല്ല ഇത് വൃക്കയ്ക്ക് കൂടുതൽ ലോഡ് വരുന്ന ഒരു സാധനമാണ്. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ബീഫ് കഴിച്ചുകൊണ്ടിരുന്നാൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവും, അതുപോലെ വൃക്കയുടെ പ്രവർത്തനം വരെ കുറയും. നമ്മുടെ സ്വാധീനമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ബീഫ് നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ ഹൃദയാഘാതവും ഒക്കെ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വല്ലപ്പോഴും മാത്രം കഴിക്കാവുന്ന ഒരു ആഹാരമാണ് ബീഫ്. എന്നും കഴിക്കുന്ന ഒരു ആഹാരമാക്കാതിരിക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല അപകടങ്ങളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും.